സഭ വീണ്ടും ചേരുമ്പോൾ ധനാഭ്യർത്ഥന ചർച്ചകളിലുള്ള ചർച്ചയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. 6 വകുപ്പുകളുടെ ചർച്ചയാണ് ഇന്ന് നടക്കുക. ഒപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പൂർത്തീകരണം, അനുബന്ധ തുറമുഖങ്ങളുടെ വികസനം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് സഭയുടെ മുൻപിലേക്ക് എത്തുന്നുണ്ട്. പ്രതിപക്ഷം ഇന്ന് ശ്രമിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ വിഷയം അടിയന്തര പ്രമേയ നോട്ടീസായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. വിജിനാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വിജിൻ, സഭ ഇന്ന് ചേരുമ്പോൾ പ്രധാനമായും ഏതൊക്കെ വിഷയങ്ങളാണ് സഭയുടെ മുൻപിലേക്ക് എത്തുക? ഒന്ന്, ധനാഭ്യർത്ഥന ചർച്ചയാണ് നടക്കുന്നത് ബജറ്റിന്മേലുള്ള. അതങ്ങനെ നടക്കുമ്പോൾ തന്നെ ശ്രദ്ധ ക്ഷണിക്കലും അടിയന്തര പ്രമേയവുമൊക്കെയായി പ്രധാനപ്പെട്ട ഏതൊക്കെ വിഷയങ്ങൾ വരാനാണ് സാധ്യത? മനു, എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അനുബന്ധ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒപ്പം തന്നെ ഈ വിഴിഞ്ഞത്തിന് കൂടുതൽ ഘട്ടങ്ങളിലേക്ക് കടക്കുന്നു. 2028 പൂർണ്ണമായും കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് കടക്കാനുള്ള നടപടികളിലേക്ക് ഒക്കെ കടന്നത് ഇന്നലെ കണ്ടതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് ശ്രദ്ധ ക്ഷണിക്കലായി വരിക. ഒപ്പം തന്നെ അടിയന്തര പ്രമേയമായി മനു സൂചിപ്പിച്ചതുപോലെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഏകീകരണം, ആ വിഷയത്തിലാണ് ഇന്ന് ടി സിദ്ദീഖ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുക. എന്തായാലും പലതവണ നിയമസഭ ചർച്ച ചെയ്താണ്. ചട്ടം 300 പ്രകാരമൊക്കെ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിലുള്ള വിശദീകരണവും എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വ്യക്തത നിയമസഭയിൽ തന്നെ വരുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഇപ്പോൾ ആ അടിയന്തര പ്രമേയം വരുമ്പോൾ അതുകൂടി ചർച്ച ചെയ്യുമോ എന്ന കാര്യം കൂടി നോക്കണം. കാരണം കഴിഞ്ഞ ഓരോ ഘട്ടങ്ങളിലും ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നിയമസഭാ സമ്മേളനങ്ങൾ ചേരുന്ന ഘട്ടങ്ങളിലെല്ലാം അടിയന്തര പ്രമേയം അതിൻ്റെ പ്രാധാന്യങ്ങൾ അനുസരിച്ച് തന്നെ അത് ചർച്ചയ്ക്കെടുക്കാമെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ പോകാറുണ്ട്. ഒരുപക്ഷെ കേന്ദ്രത്തിൽ നിന്നുള്ള വലിയ തരത്തിലുള്ള അവഗണന നേരിടുന്ന ഘട്ടത്തിൽ വയനാട് പുനരധിവാസത്തിനായി പണം നൽകുന്നതിലുള്ള വലിയ തരത്തിലുള്ള ഒരു സംസ്ഥാനത്തോടുള്ള വിയോജനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു ചർച്ചയാകാമെന്ന തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ സർക്കാർ പോകുമോ, അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുമോ എന്നൊക്കെ ആണ് അറിയേണ്ടത്. എന്തായാലും 9 മണിക്ക് തന്നെ സഭ ആരംഭിക്കും. ചോദ്യോത്തര വേള കഴിഞ്ഞ ശേഷമായിരിക്കും ഈ അടിയന്തര പ്രമേയമായി വിഷയം അവതരിപ്പിക്കുക. എന്തായാലും അതിനുള്ള അനുമതി നൽകുമോ എന്ന കാര്യമാണ് കാത്തിരിക്കുന്നത്. മറ്റ് നടപടിക്രമങ്ങൾ ഒക്കെ ഈ ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മേലുള്ള ചർച്ചകളാണ്. അത് ഓരോ നിലയും ഒക്കെ തുടർന്നതിന് സമാനമായി അത് തുടരുകയും ചെയ്യും. എന്തായാലും ഈ 13-ാം തീയതി സഭയില്ല. അന്ന് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അന്ന് സഭ ചേരുന്നില്ല. എന്തായാലും ഇത്തരത്തിൽ ഏറ്റവും ദീർഘകാലം നീണ്ട ഒരു സഭാ സമ്മേളന കാലയളവിൽ പല വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരികയും അടിയന്തര പ്രമേയമായി വന്ന വിഷയങ്ങളിൽ പലതും സർക്കാർ ചർച്ചയ്ക്കെടുക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. അതിനുള്ള സമയം കൂടി നിയമസഭ നീക്കിവെക്കുന്നു എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. അത്തരത്തിലൊരു പ്രത്യേകത കൂടി ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചേർന്ന സമ്മേളനങ്ങൾക്ക് ഉണ്ട്. മനു, ശരി, ഏതായാലും നിയമസഭാ സമ്മേളനം മുന്നോട്ട് പോകുന്നു. ബജറ്റിന്മേലുള്ള ധനാഭ്യർത്ഥന ചർച്ചയാണ് പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ സഭയുടെ മുൻപിലേക്ക് എത്തുന്നത്. ഓക്കെ, താങ്ക് യു വിജിൻ. നമുക്ക് വീണ്ടും കാണാം.